അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ പെയ്തിറക്കുന്ന പുണ്യമായ മാസമാണ് ഈ ദുൽഹിജ്ജ മാസം എന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ പുണ്യമായ ഈ ദുൽഹിജ്ജ മാസം ഇത്രത്തോളം മഹത്വമുണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച പുണ്യമായ നോമ്പ്, അതേപോലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, പരിശുദ്ധമായ നമസ്കാരങ്ങൾ, ഇതെല്ലാം ദാനധർമ്മങ്ങളെ കൊണ്ടും എല്ലാം കൊണ്ടും ധന്യമാക്കേണ്ട പുണ്യമായ എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു പുണ്യമായ മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ഈ ദിനങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ്. ഓരോ മാസങ്ങളും അതിന്റെ ശ്രേഷ്ഠത അറിയിക്കുമ്പോൾ വളരെയധികം മഹത്വങ്ങൾ ആ പുണ്യമായ ഓരോ മാസങ്ങൾക്കും ഓരോ രാവുകൾക്കും അതിലൊരുപാട് അത്ഭുതങ്ങൾ നടന്നതായിട്ടുമൊക്കെ നമുക്ക് കേൾക്കാനും കാണാൻ കഴിയും, നമുക്ക് വായിച്ചറിയാൻ കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 7-ന്റെ ദിവസം നമ്മൾ വിട പറഞ്ഞ് ഇന്ന് നമ്മൾ 8-ന്റെ രാത്രിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നാളത്തെ ദിവസത്തിൽ നോമ്പെടുക്കുക എന്നത് വളരെ മഹത്വമാണ്. അത് കഴിഞ്ഞാൽ 9-ാമത്തെ ദിനം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ പുണ്യദിനത്തിനും നോമ്പെടുക്കുക എന്നത് വളരെയധികം മഹത്വമാണ്. തിങ്കളാഴ്ചയായാൽ പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ പുണ്യദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുമാണ്. ആ ദിനങ്ങളെയെല്ലാം ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് വളരെയധികം ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പവിത്രതയുള്ള കാര്യം കൂടെയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഈ 10 ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ 10-ന്റെ ഓരോ നിറവുകളിലും വളരെയധികം നമ്മൾ അല്ലാഹുവിനെ മനസ്സിലാക്കാനും അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ടും തൻ്റെ മനസ്സുകൊണ്ടും വളരെയധികം അടുക്കാനും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ പുണ്യമായ ദിനത്തെ എത്രത്തോളമാണ് അവിടുന്ന് ബഹുമാനിച്ചിരുന്നത്, ആദരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ മഹത്വങ്ങളെ വളരെയധികം വലിയ രൂപത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളിലൂടെയായിട്ട് ചരിത്രങ്ങളിലൂടെയായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പരിശുദ്ധമായ ഈ പുണ്യമായ ദിനത്തിലെ ഏറ്റവും പവിത്രമായ ഒരു ദിനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. പുണ്യമായ അറഫാ ദിനമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അറഫാ ദിനം എന്ന് പറയുമ്പോൾ അല്ലാഹുവേ, നമ്മളെല്ലാവരും ചിന്തിക്കുകയാണല്ലോ, പടച്ചറബ്ബേ അല്ലാഹുവേ, മക്കയിലുള്ള ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ആ അറഫാ ദിനത്തിന്റെ പേര് പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് പരിശുദ്ധമായ ശനിയാഴ്ച ദിവസത്തിലാണല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഞായറാഴ്ചയിലേക്ക് അറഫാ ദിവസത്തെ നമ്മൾ മാറ്റിവെക്കുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നുണ്ടാകുമല്ലോ. അത് അവിടുന്ന് മഹത്തുക്കളെ പഠിപ്പിക്കുകയോ. നമ്മുടെ നാട്ടിലെപ്പോഴാണ് പരിശുദ്ധമായ അറഫാ ദിനം വരുന്നത്? യൗമു അറഫ താസിഉ ദിൽഹിജ്ജ. പരിശുദ്ധമായ അറഫാ ദിനമെന്ന് പറയുന്നത് പടച്ചറബ്ബേ ദുൽഹിജ്ജ 9-നാണ് എന്നാണ് നമ്മുടെ നാട്ടിൽ മാസം കണ്ടത്, എന്നാണ് നമ്മുടെ നാടുകളിൽ മാസം കണ്ടത്. ആ മാസം കണ്ടത് മുതല് എന്നാണ് ദുൽഹിജ്ജ 9-ലേക്ക് നമ്മൾ കിടക്കുന്നത്. അന്നാണ് നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത്. അല്ലാതെ മക്കയിൽ അങ്ങനെയാണല്ലോ, പടച്ചറബ്ബേ മദീനയിൽ ഇങ്ങനെയാണല്ലോ എന്ന് പറയാൻ പാടില്ല. ഒരിക്കലും തന്നെ നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ എന്നാണോ പരിശുദ്ധമായ ദുൽഹിജ്ജ 9 കടന്നു വരുന്നത്, അന്നാണ് നമുക്ക് അറഫാ ദിവസമായിട്ട് നമ്മൾ കാണേണ്ടതെന്ന് അതാ മഹത്തുക്കൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അഫ്ളലുൽ അയ്യാമി യൗമി അറഫ. ഓരോ മാസങ്ങൾക്ക് ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ടോ, ഓരോ സമയങ്ങൾക്ക് ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ടോ, ഓരോ ദിവസങ്ങൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുന്നാർ നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവേ പകലുകളുടെ
ദിവസങ്ങളിലെ പകലുകളുടെ നേതാവാണ് പരിശുദ്ധമായ അറഫാ ദിവസം എന്ന് പറയുന്നതെന്ന് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണല്ലോ. മാത്രമല്ല ഈ പുണ്യമായ ദിവസത്തിലാണ് എൻ്റെ ഉമ്മ പരിശുദ്ധമായ ദീന് നമുക്ക് പൂർത്തിയാക്കി തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീന് നമുക്ക് പൂർത്തിയാക്കി തന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതാ പടച്ച റബ്ബേ പരിശുദ്ധമായ അറഫാ മൈതാനിയിൽ നിൽക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ഇതാ നബിയെ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന്, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ടെന്ന്. അതാ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മോട് പറയുകയാണ്, ഇത് റസൂലുള്ള ലോക സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇത് ഈ പുണ്യമായ ദിവസത്തിലാണല്ലോ, ഈ അറഫാ ദിവസത്തിന്റെ ദിനത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റബ്ബേ പരിശുദ്ധ ദീന് നമുക്ക് പൂർത്തിയാക്കിയത്. അല്ലാഹു തആല ദീന് നമുക്ക് പൂർത്തിയാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ അറഫാ ദിവസം നമ്മളിലേക്ക് കടന്നു വരുന്നത്, അതാ പരിശുദ്ധമായ അറഫാ ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നത് പടച്ച റബ്ബേ ഞായറാഴ്ച ദിവസമാ, ഞായറാഴ്ച ദിവസമാ. ആ ദിവസത്തിൽ നമ്മൾ പടച്ചോനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണല്ലോ. നമ്മൾ നോമ്പെടുത്തുകൊണ്ട് നോമ്പുകാരായിട്ട് നമ്മൾ മാറണല്ലോ. പടച്ചുറപ്പിന്റെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, പരിശുദ്ധമായ അറഫാ ദിവസത്തെ നോമ്പെങ്ങാനും എടുത്താ 2 വർഷത്തെ പ്രതിഫലം അല്ലാഹു നൽകുകയാണല്ലോ. 2 വർഷത്തെ പ്രതിഫലം അല്ലാഹു നൽകുകയാണല്ലോ. അതാവിടുന്ന് അബീ ഖതാദ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഒരിക്കൽ അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പുന്നാര നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, സുഇല സൗമി യൗമി അറഫാ فقال يكفر السنة الماضية والباقيات. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറഫാ ദിവസത്തെ കുറിച്ച് അവിടെ നിന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, സഹാബ വരാനിരിക്കുന്ന 1 വർഷത്തെ പാപങ്ങളുണ്ടല്ലോ, കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപമുണ്ടല്ലോ, ആ പാപം മുഴുവനും അല്ലാഹു പുറത്തു തരുന്ന പുണ്യമായ ദിവസമാണ് അറഫാ നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുണ്യമായ ദിനത്തെ നോമ്പിനെ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തല്ലേ, ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തരുത് എന്ന് അതാവിടുന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണല്ലോ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 1 വർഷത്തെ പാപം അല്ലാഹു തആല കഴിഞ്ഞത് പുറത്തു തരുമല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ പാപങ്ങളാണല്ലോ. നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, ചിന്തിച്ചതാണ്, പടച്ചുറമ്പേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു കൂട്ടി വെച്ചതാണല്ലോ. എന്നാ 1 വർഷത്തെ പാപം കൂടെ അല്ലാഹു തആല പുറത്തു തരണമെങ്കിലോ, 1 വർഷത്തെ വരാനിരിക്കുന്ന 1 വർഷത്തെ പാപം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരണമെങ്കിലോ പടച്ചറബ്ബേ 1 വർഷം കൂടെ നമ്മൾ ജീവിക്കണമല്ലോ, 1 വർഷം കൂടെ നമ്മൾ ജീവിക്കണമല്ലോ. എന്നാലല്ലേ 1 വർഷത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുകയുള്ളൂ. അതാവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, മനുഷ്യന്റെ ആയുസ്
ആയുസ്സിനെ അവിടുന്ന് വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ആയുസ്സിനെ അവിടുന്ന് ഒരു വർഷം കൂടെ അല്ലാഹു തആല നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരുന്ന ഒരു പുണ്യமான അമലാണ് അറഫാ ദിവസത്തിലെ നോമ്പെന്ന് അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ പുണ്യமான ദിനമുണ്ടല്ലോ, ഈ അറഫാ ദിനമുണ്ടല്ലോ, ഒരിക്കലും തന്നെ കൈവിടല്ലേ. അന്നത്തെ ദിവസത്തിന് നോമ്പ് അനുഷ്ഠിച്ചോ, അന്നത്തെ ദിവസത്തിന് നോമ്പ് അനുഷ്ഠിച്ചോ. പടച്ചുറപ്പേ, അന്നത്തെ ദിവസത്തെ നമ്മൾ വേണ്ട രൂപത്തിൽ പരിഗണിച്ചോ. നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന, ഒരുപാട് റഹ്മത്തുകൾ തരുന്ന, ഒരുപാട് സൽക്കർമ്മങ്ങൾ പടച്ചുറപ്പേ നമ്മൾ ചെയ്യാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തേണ്ട, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കേണ്ട പവിത്രമായ ദിവസമാണ് അറഫാ ദിനമെന്ന് പറയുന്നത്. എന്തെല്ലാം നന്മകളാണ് നമുക്ക് അന്നത്തെ ദിവസത്തിൽ ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലോ എന്തെല്ലാം നന്മകളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആ നന്മകൾ മുഴുവനും ചെയ്താ തന്റെ അടിമയോട് അല്ലാഹുവിന്റെ വല്ലാത്ത സ്നേഹമാണല്ലോ, അല്ലാഹുവിന്റെ വല്ലാത്ത മഹബ്ബത്താണല്ലോ. അല്ലാഹു ആ അടിമയോട് വല്ലാത്ത ഇഷ്ടം വെക്കുകയാണോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരിൽ പടച്ചുറപ്പേ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറഫാ ദിവസത്തെ നോമ്പിനെ കുറിച്ചിട്ട് അവിടുന്ന് ചോദിച്ചപ്പോൾ അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന പുണ്യமான ദിവസമാണ്, പുണ്യமான ഒരു നോമ്പാണ് പരിശുദ്ധ അറഫാ ദിവസത്തെ നോമ്പ് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഇങ്ങനെ ഒരാൾ പരിശുദ്ധമായ പുണ്യദിനത്തിൽ നോമ്പെടുത്തിട്ട് ഒരാൾക്ക് വരാനിരിക്കുന്ന പാപത്തെ പൊറുക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ആയുസ്സും കൂടെ നീട്ടി തരണ്ടേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്നാലല്ലേ അതിന് കഴിയുകയുള്ളൂ, അല്ലേ? അതാ പറഞ്ഞത്. അതുകൊണ്ട് ഒരു വർഷം നമ്മുടെ ആയുസ്സും കൂടെ നീട്ടാൻ ഈ പുണ്യമായ ദിവസത്തെ നോമ്പിന് കഴിയും. അതുകൊണ്ട് ഈ നോമ്പിനെ ആരും ഒഴിവാക്കണ്ട. അടുത്ത വർഷം അല്ലാഹു തആല പടച്ചറപ്പേ ഈ നോമ്പെടുക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരും. വീണ്ടും ഒരു വർഷം അല്ലാഹു തആല ആയുസ് നമുക്ക് തരും. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഈ നോമ്പ് എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ എടുക്കുന്ന കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരും എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പുണ്യ ഹദീസിനെ കൈവിടരുത്, ഈ പുണ്യമായ ദിവസത്തെ കൈവിടരുത്. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു തആല ബോധം തരട്ടെ. അതാ വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാൾ പരിശുദ്ധമായ അറഫാ ദിവസത്തെ ആദരിച്ചാൽ അതാ അവിടുന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യഅതഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് നരകത്തിൽ നിന്ന് പടച്ചുറപ്പേ ജനങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം ഏതെന്നറിയോ? മിൻ യൗമി അറഫാ. അത് അറഫാ ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെയുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ളവരെ നരകത്തിൽ നിന്ന് കരകയറ്റുന്ന, ആ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളിൽ നിന്നോ, ആ നരകത്തിന്റെ ഭയാനകതയിൽ നിന്നോ പടച്ചുറപ്പേ എല്ലാവരും കിടക്കാൻ ആഗ്രഹിക്കാത്ത, എല്ലാവരും കേൾക്കുമ്പോ തന്നെ പേടിച്ചു പോകുന്ന പടച്ചുറപ്പേ ആ നരകമുണ്ടല്ലോ. ആ നരകത്തെ കുറിച്ചിട്ടാണ് അവിടുന്ന് പടച്ചുറപ്പിന്റെ വിശുദ്ധമായ ഖുർആൻ വലിയ ഭയാനകമായിട്ട് ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ആ നരകം കണ്ടപ്പോഴാണ് നരകം കാക്കുന്ന മലക്ക് അവിടുന്ന് പടച്ചുറപ്പെ പൊട്ടിക്കരഞ്ഞു പോയത്. ആ നരകം കാക്കുന്ന മലക്ക് പിന്നീട് ചിരിച്ചിട്ടില്ലെന്ന് ചരിത്രം പറയുന്നത്. അത്രത്തോളം ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് മനുഷ്യരെ കരകയറ്റാൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തുന്ന, അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ മഹത്വമുള്ള ദിവസമാണ് ഉമ്മ അറഫാ ദിവസം എന്ന് പറയുന്നത്. ഈ പുണ്യദിനത്തിലുണ്ടല്ലോ ഒരുപാട് ആളുകൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അല്ലാഹു തആല മോചിപ്പിക്കുകയാണ്. ഈ ദിവസത്തെ പരിഗണിക്കാത്ത ഒരാളും തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ പുണ്യദിനത്തെ വേണ്ട രൂപത്തിൽ നമ്മൾ പരിഗണിക്കണേ. ഈ പുണ്യദിനത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണേ. പടച്ചറപ്പേ, പുണ്യമാന അറഫാ ദിവസം പോലും കടന്നു വന്നിട്ടോ അല്ലാഹുവേ സുന്നത്ത് നോമ്പെടുക്കാൻ, സുന്നത്ത് നോമ്പെടുക്കാൻ മടി കാണിക്കുന്ന എത്രയോ ചെറുപ്പക്കാരാ, എത്രയോ സഹോദര സഹോദരിമാരുണ്ടെന്നറിയോ. അല്ലാഹുവേ പടച്ചറപ്പേ, ഇത്രത്തോളം മഹത്വമുള്ള പുണ്യമാന ദിനങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടോ ഈ പുണ്യദിനത്തെ പോലും മനസ്സിലാക്കാൻ കഴിയാതെ, ഈ പുണ്യദിനത്തെ പോലും പടച്ചറപ്പേ ഹൃദയത്തോട്ട് ചേർത്ത് വെക്കാൻ കഴിയാതെ എത്രയോ ഹതഭാഗ്യരെന്നറിയോ, എത്രയോ ഹതഭാഗ്യരാണെന്നറിയോ. എന്റെ പ്രിയമുള്ളവരെ, ഈ പുണ്യദിനത്തിന്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കിക്കോ. അല്ലാഹു തആല നൽകുന്ന പവിത്രതകളാണല്ലോ ഇതെല്ലാം. അല്ലാഹു തആല പടച്ചറപ്പേ നമുക്ക് നൽകുന്ന പവിത്രമായ മഹത്വങ്ങളാണല്ലോ ഇതെല്ലാം. അല്ലാഹ് പടച്ചറപ്പേ നോമ്പ് പോയിട്ട് അന്നത്തെ ദിവസത്തിൽ പോലും സുബഹി നമസ്കാരം പോലും ഇല്ലാത്ത പടച്ചറപ്പേ കിടന്നിറങ്ങുന്ന എത്രയോ പേരുണ്ടെന്നറിയോ. പടച്ചറപ്പേ സുബഹി നമസ്കാരം ഖളാ ആക്കുന്ന എത്രയോ ആളുകളാ. അറഫാ ദിവസമല്ല, ഏത് ദിവസമായാലും നമസ്കാരത്തെ പോലും പരിഗണിക്കാത്ത എത്രയോ ആളുകളാണ് പടച്ചറപ്പേ ഇന്ന് നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നത്. എടാ, ഒരാള് സുബഹി നമസ്കാരത്തെ ഒരാള് കൃത്യമായിട്ട് നമസ്കരിച്ചാൽ അല്ലാഹു തആല അവനെ ഏറ്റെടുക്കുകയാ. അവനെ അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ അല്ലാഹുവിന്റെ കയ്യിലാണല്ലോ. സുബഹി നമസ്കാരം ഖളാ ആകരുത്, സുബഹി നമസ്കാരം ഖളാ ആകരുത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, അല്ലാഹുവേ ആൺമക്കളുണ്ടല്ലോ, അവരൊക്കെ പുറത്ത് രാത്രി സമയത്ത് പുറത്തു പോയിട്ടോ പിന്നീട് വീട്ടിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാ? പടച്ചറപ്പേ, എല്ലാവരും ഉറങ്ങിക്കിടന്നിട്ടാണ് വീട്ടിന്റെ കത്തളത്തിലേക്ക് കടന്നു വരുന്നത്. ഉമ്മ കിടന്നിട്ടുണ്ട്, വാപ്പ കിടന്നിട്ടുണ്ട്, സഹോദരങ്ങളും എല്ലാവരും കിടന്നിട്ടുണ്ട്. പിന്നീട് വീട്ടിനകത്തേക്ക് കയറി വന്നിട്ടോ പടച്ച തമ്പുരാനെ, ഉമ്മ അവർക്ക് വേണ്ടിയിട്ട് വാതില് തുറന്നു കൊടുക്കുകയാണ്, സഹോദരിമാര് തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് വീട്ടിനകത്തേക്ക് കയറി വന്നിട്ടോ 1 മണിക്കോ 2 മണിക്കും വന്ന് കിടന്നുറങ്ങിയിട്ട് സുബഹി നമസ്കാരം ഖളാ ആക്കിയിട്ടോ പിന്നെ എണീക്കുന്നത് ഏത് സമയത്താണ് റബ്ബേ? ദുഹർ നമസ്കാരവും കഴിഞ്ഞിട്ട് എണീക്കുന്ന എത്രയോ ചെറുപ്പക്കാരാ, എത്രയോ സഹോദരങ്ങളുണ്ടെന്നറിയോ. എത്രയോ ഉമ്മമാര് സങ്കടം പറയുകയാണ്, ഉസ്താദേ മോനെ എണീക്കുന്നത് സുബഹി ഖളാ ആണ്, ദുഹർ ഖളാ ആണ് ഉസ്താദ്, ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണല്ലോ എണീക്കുന്നത് എന്നവിടുന്ന് സങ്കടം പറയുന്ന എത്രയോ ഉമ്മമാരാ. ഉമ്മ, അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെട്ട കാര്യമാണല്ലോ. അതാ മഹത്തുക്കൾ അവിടെ നിന്ന് പറയാറുണ്ട്, നമസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, നമസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് നായക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ പോലും നിങ്ങൾ ഭക്ഷണം കൊടുക്കരുത്. ആ നായക്ക് പോലും ആ പാത്രത്തിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നമസ്കരിക്കാത്ത മനുഷ്യന് ഭക്ഷണം കൊടുത്ത പാത്രത്തില് പടച്ചറപ്പേ നായക്ക് പോലും ഭക്ഷണം കൊടുക്കരുതെന്നാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. താരിക സ്വലാ, താരിക സ്വലാ,
നിസ്കാരം ഉപേക്ഷിച്ചവന്റെ അവസ്ഥയാണ് ഉമ്മ പറയുന്നത്. നിസ്കാരത്തെ നമ്മൾ ഖളാ ആക്കാൻ പാടില്ല, നമസ്കാരത്തെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം തരണേ അല്ലാഹ്. ഉമ്മ നമ്മുടെ വീട്ടിനകത്ത് പടച്ചുറപ്പേ നമ്മൾ അല്ലാഹനെ അറിയാതെ ജീവിച്ചാൽ, അല്ലാഹനെ അറിയാതെ ജീവിച്ചാൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ, ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. പടച്ച തമ്പുരാനെ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്കല്ല കടന്നു വരുന്നത്. 70,000 മലക്കുകളുണ്ട് ഉമ്മ, 70,000 മലക്കുകളുണ്ട് ഉമ്മ. എന്നിട്ട് നമ്മുടെ കൈ പിടിക്കുന്നു, നമ്മുടെ കാല് പിടിക്കുന്നു, നമ്മുടെ ശരീരം പിടിക്കുകയോ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. അതാ പടച്ചുറപ്പേ പെരുവിരൽ മുതൽ റൂഹ് പിടിക്കുകയോ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലോ പടച്ചുറപ്പേ ഈ മലക്കുകളാണ് മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത്. അതാ തൊണ്ടക്കുഴി മുതലാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുക. എന്റെ ഉമ്മ, നമ്മൾ നമസ്കാരമില്ലാതെ ഒരുപാട് പടച്ചുറപ്പേ ദുഷിച്ച കൂട്ടുകെട്ടുമായിട്ടോ ദുഷിച്ച ചിന്തകളുമായിട്ട് എന്റെ ചെറുപ്പക്കാരാ നമ്മുടെ നാട്ടിലൂടെ, നമ്മുടെ സമൂഹത്തിലൂടെ, നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ, നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ദുനിയാവിലൂടെ കടന്നു പോയാ ആ അസ്റായീൽ കടന്നു വരുമ്പോ നമസ്കാരമില്ലാത്തവനെ, ഹറാമ് കാണുന്നവനെ, ഹറാമ് കണ്ടിട്ടും കേട്ടിട്ടും പടച്ചുറപ്പേ ഹൃദയത്തിൽ ഒരു നിമിഷം പോലും കുറ്റബോധമില്ലാതെ നടക്കുന്നവനാണോ? നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് വല്ലാത്ത ഭയാനകമാണല്ലോ. നീ കിടന്നിട്ട് പൊട്ടിക്കരയുകയാണല്ലോ, നീ കിടന്നിട്ട് അട്ടഹസിക്കുകയാണല്ലോ. പടച്ചുറപ്പേ എന്റെ റൂഹിനെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ അല്ലാ? ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് പിന്തിപ്പിച്ചു തരുമോ അല്ലാ എന്നിവിടെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുമല്ലോ. ചെയ്തു കൂട്ടിയ പാപങ്ങളോർത്തിട്ടോ, കണ്ടുകൂട്ടിയ പാപങ്ങളോർത്തിട്ടോ, ഹൃദയത്തിൽ ചിന്തിച്ചു കൂട്ടിയ പാപങ്ങളോർത്തിട്ടോ ഓരോ മനുഷ്യരും കടന്നിട്ട് അട്ടഹസിക്കുകയാണെന്നോ. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും പാപങ്ങളും എല്ലാ ദോഷങ്ങളും ഇതാ അല്ലാഹ് പുറത്തു തരാനുള്ള മാർഗമാണ് ഉമ്മ ഈ അറഫാ ദിനത്തിലെ നോമ്പെന്ന് പറയുന്നത്. ഈ അറഫാ ദിനത്തിലെ നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുണ്യദിനത്തെ കൈവിടല്ലേ, പുണ്യദിനത്തെ കൈവിടല്ലേ. പടച്ചുറപ്പേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട്, നമ്മുടെ മക്കളെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് ഉമ്മ ഇതൊന്ന് പറഞ്ഞു കൊടുക്ക്, ഇതൊന്ന് പറഞ്ഞു കൊടുക്ക്, നമ്മുടെ മക്കൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്ക്. ഈ പുണ്യദിനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇന്നതാണ് മോനെ. നീ ഒരിക്കലും തന്നെ ഈ പുണ്യമായ അമലിനെ നീ ഒഴിവാക്കരുത്, നീ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു കൊടുക്ക. അങ്ങനെ പറഞ്ഞു കൊടുത്താ നമ്മുടെ മക്കളത് ചെയ്താ ഉമ്മാവിടെ ഹൃദയത്തിനകത്ത് ഇതിന്റെ ഒരു നീരുറവയുണ്ട്, ഒരു ആവേശത്തിന്റെ നീരുറവയുണ്ട്. ഇതങ്ങ് ഒലിച്ചു കഴിഞ്ഞാ പിന്നെ അവര് നന്മയിൽ നിന്ന് മാറൂലല്ലോ, പിന്നെ അവര് നന്മയിൽ നിന്ന് മാറില്ല. അല്ലാഹു അവർക്ക് നല്ല ബോധം കൊടുക്കുകയാ. അതാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ ഉള്ളറയിൽ നിന്ന് പടച്ചുറപ്പേ ചെയ്തു കൂട്ടി വെച്ച പാപങ്ങളെല്ലാം പുറത്തിട്ടോ, കണ്ടുകൂട്ടിയ പാപങ്ങളെല്ലാം പുറത്തിട്ടോ അല്ലാഹ് സ്വർഗം കൊടുക്കുന്ന മാസമാ, അല്ലാഹ് സ്വർഗം കൊടുക്കുന്ന പുണ്യமான ദിനമാണ് ഉമ്മ അറഫാ ദിനമെന്ന് പറയുന്നത്. ഇതിന്റെ അത്രക്ക് നരകമോചനം കൊടുക്കുന്ന, നരകത്തിൽ നിന്ന് കരകയറ്റുന്ന മറ്റൊരു ദിവസമില്ല എന്ന് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ,
നമ്മോട് മുത്തുനബി അതാ അവിടുന്ന് ആയിഷ ബീവി പഠിപ്പിക്കുകയാണ്, നമ്മോട് പഠിപ്പിക്കുകയാണല്ലോ. ഇത് കേട്ടിട്ട് പുണ്യമാന ദിനത്തിലോ അല്ലാഹുവോട് നരകമോചനത്തെ തേടിക്കോ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കരകയറ്റി തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തോ, എന്ന് ആത്മാർത്ഥമായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തോ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നിട്ടോ നാളെയും നമ്മെ പടച്ചറപ്പേ ഏതെങ്കിലും ഗണത്തിൽ പടച്ചറപ്പേ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എങ്ങാനും നമ്മൾ എത്തപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ നമ്മെ പിടിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ പഠിപ്പിക്കാം. എന്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത തെറ്റുകളെ മുഴുവനും അല്ലാഹു തആല വിലയിരുത്തി അവനെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയിട്ടു, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയിട്ടു പടച്ച തമ്പുരാനെ പിന്നീട് അവനെ സ്വർഗത്തിലേക്ക് അല്ലാഹുവേ അവനെ കരകയറ്റണം, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എപ്പോഴാ കൊണ്ടുപോകുക? ഈ അറഫാ ദിനത്തിന്റെ അന്നാണ്. നരകത്തിലെ തെറ്റുകൾ ചെയ്ത് തെറ്റിന്റെ കുമാരങ്ങളെ കൊണ്ട് ഹൃദയം മലീമസമായ ജനങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം മറ്റൊരു ദിവസം ഇതുപോലെ ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നല്ല മനസ്സ് അല്ലാഹു തആല നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഈ പുണ്യദിനത്തിൽ ചെയ്തു, ഒരുപാട് നന്മകൾ ചെയ്തു. മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പുണ്യദിനത്തെ കുറിച്ചിട്ട് അവിടുന്ന് പറയാൻ, ഈ പുണ്യദിനത്തെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അതാ അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പടച്ചറബ്ബേ ഈ ദിവസത്തിന്റെ അത്രയ്ക്കാണ് അല്ലാഹുവേ ഇബ്ലീസ് നിന്ദ്യനാകുന്ന, ഇബ്ലീസ് അവിടുന്ന് പടച്ചറബ്ബേ കോപിതനാകുന്ന, ഇബ്ലീസ് അവിടുന്ന് നിസാരണക്കാരനാകുന്ന മറ്റൊരു ദിവസമില്ല സ്വഹാബാ. പടച്ചറബ്ബേ എന്തേ കാരണമെന്നറിയോ? അവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ എന്തുകൊണ്ടാണെന്നറിയോ? ഒരുപാട് ആളുകൾക്ക് ദുനിയാവിൽ അല്ലാഹു തആല നന്മകൾ കൊടുക്കുകയാണ്, ഒരുപാട് ഖൈർ അല്ലാഹു തആല ദുനിയാവിൽ അല്ലാഹു തആല കൊടുക്കുകയാണല്ലോ. പടച്ച റബ്ബേ ദുനിയാവിൽ അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ഇറങ്ങുകയാണ്. അല്ലാഹു തആല ആദരിച്ച ഒരുപാട് ആളുകളായിട്ട് ഈ പുണ്യദിനത്തിൽ ഓരോ വിശ്വാസികളും മാറുകയാണല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാനെ ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല കൊടുക്കുമ്പോൾ, ഒരുപാട് നന്മകൾ കൊടുക്കുമ്പോൾ, തെറ്റിന്റെ കൂമ്പാരങ്ങളിലേക്ക് ജനഹൃദയങ്ങളെ ക്ഷണിക്കുന്ന, തെറ്റിന്റെ കൂമ്പാരങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കടന്നു വന്ന അല്ലാഹുവേ ഇബ്ലീസ് സദാ അവിടുന്ന് വല്ലാതെ കോപിക്കുകയാണല്ലോ, അവിടുന്ന് വല്ലാതെ ദേഷ്യപ്പെടുകയാണല്ലോ, അവിടുന്ന് വല്ലാതെ കോപിക്കുകയാണെന്ന് അത് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ ഉമ്മ ഇതാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട വാപ്പ ഇതാ പറയുന്നത്, ഇബ്ലീസിനെ പോലും നമുക്ക് തുരത്താൻ കഴിയുന്ന, ഇബ്ലീസ് പോലും സങ്കടപ്പെട്ടു പോകുന്ന രാത്രികളാണല്ലോ, ഇബ്ലീസ് പോലും അവിടുന്ന് നിന്ദ്യനായി പോകുന്ന പകലുകളാണല്ലോ ഈ അറഫാ ദിനമെന്ന് പറയുന്നത്. ഈ അറഫാ ദിനമെന്ന് പറയുന്നത് അല്ലാഹുവേ എല്ലാ ജനങ്ങളെയും ഇബ്ലീസ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി, കൊണ്ടുപോകാൻ വേണ്ടി ദുനിയാവിൽ പരിശ്രമം നടത്തുമ്പോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ഒരൊറ്റ നിമിഷങ്ങളെ കൊണ്ട്, ഒറ്റ ദിവസത്തെ കൊണ്ട് പടച്ച റബ്ബേ ഇല്ലാതെയായി തീരുകയാണല്ലോ, ഇല്ലാതെയായി തീരുകയാണല്ലോ. അതുകൊണ്ട് ഇബ്ലീസ് അവിടുന്ന് ഒരുപാട് വിഷമിക്കുമെന്ന് അത് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഈ പുണ്യവാന ദിനത്തില് എന്തൊക്കെ നന്മകളാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്,
എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ്. സ്വതക്കകൾ ചെയ്യാൻ കഴിയുമോ അല്ലാഹുവേ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയുമോ? എല്ലാ അവസരങ്ങളും അവിടുന്ന് ഉപയോഗപ്പെടുത്തിയിട്ടോ എൻ്റെ പ്രിയമുള്ളവരെ ദിവസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. ഇതെല്ലാം പറയുന്നത് ആദ്യം എന്നോടാ, എൻ്റെ സ്വന്തം നഫ്സിനോടാണ്. പിന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതാ അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ, ഇങ്ങനെയുള്ള മഹത്വമായ ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, അവിടുന്ന് ഒരുപാട് നിങ്ങൾ അധികരിപ്പിക്കണേ, ഒരുപാട് ചൊല്ലണേ. ഒന്ന് ചൊല്ലിക്കേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഈ പുണ്യദിനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അതേപോലെ തന്നെ ചൊല്ലേണ്ട മറ്റൊരു ദിക്റാണ്, തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ് ചൊല്ലു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. ഈ പുണ്യമായ തസ്ബീഹും ദിക്റും പടച്ച റബ്ബേ ഹംദുകളും തക്ബീറുകളും തഹ്ലീലുകളുമായി എല്ലാം ഉൾക്കൊള്ളിച്ച ഒരൊറ്റ ദിക്റാ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല പടച്ച റബ്ബേ സ്ഥാനങ്ങൾ കൊടുക്കുന്നതാണല്ലോ. ഈ പുണ്യമായ ദിക്ർ ചൊല്ലാൻ മറക്കരുത്. അതുകൊണ്ട് ഈ പുണ്യ ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു ദുനിയാവിന് കൊടുക്കുമല്ലോ. അവന്റെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല ഫതഹ് കൊടുക്കുകയാ, ഒരു തുറസം കൊടുക്കുമെന്ന് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ബോധം തരട്ടെ, അല്ലാഹു തആല ബോധം തരട്ടെ. ഈ പുണ്യ ദിക്ർ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് വലിയ മഹത്വം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ അയ്യാമത്ത് തശ്രീഖിന്റെ അസ്ർ വരെ, അറഫാ ദിവസം മുതൽ, എന്നാ അറഫാ ദിവസം വരിക? ഞായറാഴ്ച ദിവസം അല്ലേ? ഞായറാഴ്ച ദിവസം അറഫാ ദിവസത്തിന്റെ സുബഹ് മുതൽ എൻ്റെ പ്രിയമുള്ളവർ അയ്യാമത്ത് തശ്രീഖ്, അതായത് അസ്ർ, പരിശുദ്ധമായ പുണ്യമായ വ്യാഴാഴ്ച ദിവസം, ആ വ്യാഴാഴ്ച ദിവസത്തിന്റെ അസ്ർ വരെ, ഈ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച ദിവസത്തിന്റെ അസ്ർ വരെ എൻ്റെ പ്രിയമുള്ളവർ, ഓരോ നമസ്കാര ശേഷം ഒരുപാട് തക്ബീറുകൾ, 3 തക്ബീർ. ഫർള് നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിയ ഉടനെ തന്നെ 3 തക്ബീർ ചൊല്ലുക സുന്നത്താണ് അല്ലേ? എപ്പോഴൊക്കെ? അറഫാ ദിവസം. എന്താണ് അറഫാ ദിവസം? ഈ വരുന്ന ഞായറാഴ്ച ദിവസം. അന്നത്തെ സുബഹി മുതൽ വരുന്ന വ്യാഴാഴ്ച അസ്ർ നമസ്കാരം വരെ ഓരോ നമസ്കാരത്തിന്റെയും സലാം വീട്ടിയ ഉടനെ അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ തക്ബീർ ചൊല്ലൽ വളരെയധികം പുണ്യമുണ്ട്. സലാം വീട്ടിയ ഉടനത്തെ തക്ബീർ ചൊല്ലൽ വളരെയധികം മഹത്വമുണ്ട് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കും. ഒരുപാട് തക്ബീറുകളും ഒരുപാട് തക്ബീറുകളൊക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ.
അതുകൊണ്ട് ഈ പുണ്യദിനത്തിന്റെ മഹത്വത്തെ പ്രിയമുള്ളവർ ഒരാളും തന്നെ അറിയാതെ പോകരുത്. ഈ പുണ്യദിനത്തിന്റെ മഹത്വത്തെ ഒരാളും തന്നെ നിസ്സാരമാക്കരുത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈ പുണ്യദിനത്തെ വേണ്ടതുപോലെ പരിഗണിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم.